ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. സ്വന്തം സഹോദരിയെയും അവർ ഗർഭം ധരിക്കുന്ന കുഞ്ഞിനെയും ഭയന്ന് ഒരു സ്വേച്ഛാധിപതി അവരെ തടവറയിലിടുന്നു. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ദൈവികമായ പദ്ധതി തന്നെ രൂപപ്പെടുന്നു. ഒടുവിൽ ആ ഗർഭസ്ഥ ശിശുവിനുവേണ്ടി പ്രപഞ്ചശക്തികൾ തന്നെ പ്രാർത്ഥിക്കാനെത്തുന്നു. ഇതൊരു സാധാരണ കഥയല്ല, മറിച്ച് ഭൗമികമായ സംഘർഷങ്ങൾക്കപ്പുറമുള്ള ഒരു വലിയ പ്രപഞ്ചനാടകമാണ്. നമുക്ക് ആ കഥയുടെ ചുരുളഴിക്കാം. നമ്മുടെ ഈ വിശകലനം തുടങ്ങുന്നത് ഒരു രാജാവിൻ്റെ ഭീകര വാഴ്ചയിൽ നിന്നാണ്. അവിടെ നിന്ന് നമ്മൾ ദൈവികമായ ഇടപെടലുകളുടെ രഹസ്യങ്ങളിലേക്കും ഒടുവിൽ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെക്കുറിച്ചുള്ള ഗഹനമായ തത്വചിന്തയിലേക്കും എത്തും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ കഥയിലെ പ്രധാന വില്ലൻ കംസൻ. അയാളുടെ ഭരണമെന്ന് പറഞ്ഞാൽ അത് ഭയം കൊണ്ടും അടിച്ചമർത്തൽ കൊണ്ടും ഇരുട്ട് നിറഞ്ഞ ഒന്നായിരുന്നു. ഇവിടെയാണ് ശരിക്കും സംഘർഷണത്തിന് തിരികൊളുത്തുന്നത്. കംസന്റെ ഭയം ഒരു വ്യക്തിയോടായിരുന്നില്ല, ഒരു മുഴുവൻ രാജവംശത്തോടായിരുന്നു. എന്തിനാണെന്നോ? തന്റെ അന്തകൻ ആ വംശത്തിൽ ജനിക്കുമെന്ന ഒരൊറ്റ പ്രവചനം. ആ നിമിഷം മുതൽ അയാളുടെ ലക്ഷ്യം ആ വംശത്തെ വേരോട് പിഴുതെറിയുക എന്നതായിരുന്നു. കംസൻ വെറുമൊരു ക്രൂരൻ മാത്രമല്ല, വളരെ തന്ത്രശാലിയായ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. നോക്കൂ, പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ പിടിച്ചെടുത്തു, പ്രലംബനെപ്പോലെയുള്ള അസുരരാജാക്കന്മാരുമായിട്ട് സഖ്യമുണ്ടാക്കി ശത്രുക്കളെ ഒറ്റപ്പെടുത്തി. പക്ഷേ അയാളുടെ അധികാരക്കൊതിയുടെ ഏറ്റവും ഭീകരമായ മുഖം നമ്മൾ കാണുന്നത് എപ്പോഴാണെന്നറിയോ? സ്വന്തം സഹോദരിയുടെ ദേവകിയുടെ 6 കുഞ്ഞുങ്ങളെ ഒന്നൊന്നായി കൊന്നുതള്ളുമ്പോഴാണ്. ഇതായിരുന്നു കംസന്റെ ലോകം, ഭയം കൊണ്ട് പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യം. ഇങ്ങനെ ഇരുട്ട് നിറഞ്ഞ ഒരു ലോകത്തിലേക്കാണ് ദൈവീകമായ ഇടപെടലിന്റെ ആദ്യത്തെ ഒരു വെളിച്ചം വരുന്നത്. അതിന് കാരണമായതോ ദേവകിയുടെ 7ാമത്തെ ഗർഭവും. ആലോചിച്ചു നോക്കൂ ദേവകിയുടെ അവസ്ഥ. തന്റെ ഉദരത്തിലൊരു ദൈവിക സാന്നിധ്യമുണ്ടെന്നുള്ള സന്തോഷം ഒരു വശത്ത്, പക്ഷേ ആ കുഞ്ഞിനെ കംസൻ കൊല്ലുമല്ലോ എന്നുള്ള ഭയാനകമായ ദുഃഖം മറുവശത്ത്. ഈയൊരു വൈകാരിക സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ദൈവിക പദ്ധതിക്ക് വഴിയൊരുക്കുന്നത്. ഇത്രയും സങ്കീർണവും അപകടം പിടിച്ചതുമായൊരു പദ്ധതി നടപ്പാക്കാൻ സാധാരണ ശക്തികളൊന്നും പോരല്ലോ. അതിനായി രംഗത്തിറങ്ങുന്നത് യോഗമായയാണ്. അതായത് ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് പ്രപഞ്ചത്തിലെ സംഭവങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദൈവിക ശക്തി. ഈ ദൈവിക പദ്ധതിയുടെ സ്റ്റെപ്പുകൾ നോക്കൂ, വളരെ ആസൂത്രിതമാണ്. ആദ്യം ദേവകിയുടെ ഗർഭത്തിലുള്ള 7ാമത്തെ ശിശുവിനെ, അതായത് ശേഷനെ, രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് രഹസ്യമായി മാറ്റുന്നു. അതിനുശേഷം കൃഷ്ണൻ സ്വയം ദേവകിയുടെ ഉദരത്തിൽ പ്രവേശിക്കും. ഇതേ സമയം യോഗമായ നന്ദഗോപരുടെയും യശോദയുടെയും മകളായി ജനിക്കും. കണ്ടില്ലേ? ദേവകിയുടെ ഗർഭം അലസിപ്പോയെന്ന് കംസനെ തെറ്റിദ്ധരിപ്പിക്കാനും അതേസമയം കുഞ്ഞിനെ രക്ഷിക്കാനും കൃഷ്ണന്റെ വരവിനായി കളമൊരുക്കാനും എല്ലാം തികഞ്ഞൊരു പ്ലാൻ. അങ്ങനെ രക്ഷപ്പെട്ട ആ കുഞ്ഞിന് കിട്ടിയ പേരിനുമുണ്ട് വളരെ ആഴത്തിലുള്ളൊരർത്ഥം. സംഘർഷണൻ, അതായത് ബലമായി ആകർഷിക്കപ്പെട്ടവൻ. അദ്ദേഹമാണ് പിന്നീട് ബലരാമൻ എന്നറിയപ്പെട്ടത്. ഇവിടെ ബലം എന്ന് പറയുന്നത് വെറും ശാരീരിക ശക്തിയല്ല, മറിച്ച് ആത്മീയമായ തിരിച്ചറിവ് നേടാൻ നമുക്ക് വേണ്ട ആന്തരിക കരുത്തില്ലേ, പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മനോബലം. അതാണ് ബലരാമൻ പ്രതിനിധീകരിക്കുന്നത്. അപ്പോ ദൈവിക പദ്ധതി ഒരു വശത്ത് മുന്നോട്ടു പോകുമ്പോൾ കംസന്റെ തടവറയിൽ ഭയം വീണ്ടും തലപൊക്കുകയായിരുന്നു. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്ന് അയാൾക്ക് പതിയെ മനസ്സിലായി തുടങ്ങി. കൃഷ്ണന്റെ ഗർഭധാരണം നമ്മൾ സാധാരണ ചിന്തിക്കുന്നതുപോലെയായിരുന്നില്ല. അതൊരു ശാരീരിക പ്രക്രിയ ആയിരുന്നില്ല, മറിച്ച് പൂർണ്ണമായും ആത്മീയമായിരുന്നു. വസുദേവന്റെ ശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് ഭഗവാൻ ദേവകിയുടെ ഹൃദയത്തിലേക്ക് മാറ്റപ്പെടുകയായിരുന്നു. ഈയൊരു ദൈവിക കൈമാറ്റം അവരിരുവരെയും ഒരു പ്രത്യേക പ്രഭയോടെ തിളങ്ങാനിടയാക്കി. തന്റെ തടവറയിൽ കഴിയുന്ന സഹോദരിക്ക് മുൻ ഒരിക്കലുമില്ലാത്തൊരു അതീന്ദ്രിയ സൗന്ദര്യം വന്നത് കംസന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ദൈവികമായ തിളക്കം കണ്ടതും അയാൾക്കുറപ്പായി, തന്റെ അന്ധകൻ, താൻ ഏറ്റവും ഭയന്നിരുന്ന ആ ശക്തി ഇപ്പോൾ അവളുടെ ഉദരത്തിൽ വളരുന്നുണ്ട്. ദേവകിയെ ആ നിമിഷം തന്നെ കൊല്ലാൻ തോന്നിയെങ്കിലും കംസന്റെ മനസ്സ് ഒരു കാര്യത്തിൽ ഉടക്കിനിന്നു. എന്താണെന്നോ? സ്വന്തം ഭാവിയും പ്രശസ്തിയും. ഗർഭിണിയായ അതും തന്റെ സംരക്ഷണത്തിലുള്ള സഹോദരിയെ കൊന്നാൽ തന്റെ കീർത്തി നശിക്കും, പുണ്യം ക്ഷയിക്കും, ആയുസ് കുറയും, മരണശേഷം നരകത്തിൽ പോകേണ്ടിവരും. കണ്ടില്ലേ? അയാളുടെ ഭയം പോലും എത്ര സ്വാർത്ഥത നിറഞ്ഞതായിരുന്നു. ഇവിടെയാണ് ഈ കഥ നമ്മളെ അവിശ്വസനീയമായ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നത്. കംസനും ഒരു ഭക്തനും രണ്ടുപേരും ഒരേ കാര്യമാണ് ചെയ്യുന്നത്, അല്ലേ? ഭഗവാനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നു. പക്ഷേ വ്യത്യാസം മനോഭാവത്തിലാണ്. ഒരാൾ ശത്രുതയോടെ ചിന്തിക്കുന്നു, മറ്റൊരാൾ സ്നേഹത്തോടെ. ഈ ഒരൊറ്റ വ്യത്യാസം മതി അവരുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ. അപ്പോൾ കഥ അതിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ദേവലോകത്തു നിന്നുള്ളവർ ഗർഭസ്ഥനായ ഭഗവാനെ ആരാധിക്കാൻ ഭൂമിയിലേക്ക് വരുന്ന നിമിഷം.
പുരാണങ്ങളിലെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നാണത്. ഇതൊരു വലിയ വഴിത്തിരിവാണ്. അതുവരെ ഉണ്ടായിരുന്ന ഭൗമികമായ അപകടത്തിന്റെ അന്തരീക്ഷം മാറി പ്രപഞ്ചപരമായ ആരാധനയുടെ ഒരു നിമിഷമായത് മാറി. ആലോചിച്ചു നോക്കൂ, കംസന്റെ തടവറയുടെ ചുവരുകൾക്കുള്ളിൽ ആരും അറിയാതെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ഒരു ഗർഭസ്ഥ ശിശുവിനു മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ദേവന്മാരുടെ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ വളരെ ആഴത്തിലുള്ള ഒരു തത്വചിന്തയോടെയാണ്. സത്യം പരം. എന്താണിതിന്റെ അർത്ഥം? ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന സത്യങ്ങളൊക്കെ ആപേക്ഷികമാണ്. അതായത്, ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് തെറ്റായി തോന്നാം. എന്നാൽ എല്ലാറ്റിനും അതീതമായി കാലം എത്ര മാറിയാലും മാറാത്ത ഒരു പരമമായ സത്യമുണ്ട്. അതാണ് കൃഷ്ണൻ എന്ന് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു. ദേവന്മാർ അന്ന് ചൊല്ലിയ പ്രാർത്ഥനകളിൽ അതിശക്തമായ ചില രൂപകങ്ങളുണ്ട്. നമുക്കവയുടെ അർത്ഥമെന്താണെന്നൊന്ന് നോക്കാം. ഈ ഭൗതിക ലോകം എന്താണെന്ന് വിശദീകരിക്കാൻ അവർ ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രൂപകം ഒരു മരത്തിൻ്റേതായിരുന്നു. അവരുടെ കാഴ്ചപ്പാടിൽ ഈ പ്രപഞ്ചം തന്നെ ഒരു വലിയ മരം പോലെയാണ്. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ മുറിച്ചു മാറ്റപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു മരം. ഈ മരത്തിന്റെ രൂപകം നമുക്കൊന്ന് വിശദമായി നോക്കാം. അതിന്റെ വേരുകൾ നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സത്വം, രജസ്, തമസ് എന്നീ ത്രിഗുണങ്ങളാണ്. അതിലെ പഴങ്ങളോ നമ്മുടെ ജീവിതത്തിലെ സുഖവും ദുഃഖവും. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ മരത്തിൽ 2 പക്ഷികളുണ്ടെന്നതാണ്. ഒന്ന് ആ പഴങ്ങൾ കൊത്തി തിന്നുന്ന നമ്മൾ, അതായത് ജീവാത്മാവ്. രണ്ടാമത്തെ പക്ഷി ഒന്നിനോടും താൽപ്പര്യമില്ലാതെ എല്ലാത്തിനും സാക്ഷിയായി മാത്രം അവിടെ ഇരിക്കുന്നു. അതാണ് പരമാത്മാവ്. ഒന്ന് എല്ലാം അനുഭവിക്കുന്നു, മറ്റൊന്ന് വെറുതെ നിരീക്ഷിക്കുന്നു. പ്രാർത്ഥനകളിൽ നിന്നുള്ള ശക്തമായ മറ്റൊരു രൂപകമാണിത്. ഭക്തിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളെ എത്രത്തോളം ചെറുതാക്കാൻ കഴിയുമെന്ന് നോക്കൂ. അജ്ഞാനമാകുന്ന മഹാസമുദ്രം പോലും ഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് ഒരു പശുക്കുട്ടിയുടെ കുളമ്പടിപ്പാടിൽ തങ്ങിനിൽക്കുന്ന അത്രയും വെള്ളം പോലെ നിസ്സാരമായി മറികടക്കാൻ കഴിയും. ദേവന്മാർ അവസാനം പ്രാർത്ഥിച്ചതിതാണ്: ദൈവത്തെക്കുറിച്ച് പുസ്തകങ്ങളിലൂടെയും ഊഹാപോഹങ്ങളിലൂടെയും അറിയാൻ ശ്രമിക്കുന്നതിന് ഒരു അവസാനമുണ്ടാകണം. അവിടുന്ന് നേരിട്ട് അവതരിച്ച് ദൈവികതയുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കണം. വെറും അറിവല്ല, അനുഭവം തന്നെ നൽകണം. അപ്പോ ഒരു സ്വേച്ഛാധിപതിയുടെ ഭയത്തിൽ തുടങ്ങി പ്രപഞ്ചസത്യങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥനകളിൽ അവസാനിച്ച ഈ കഥ നമ്മളോട് പറയുന്നത് ഒന്നു മാത്രമാണ്: ഭയത്തിനും സ്നേഹത്തിനും ഒരേ കേന്ദ്രബിന്ദുവാകാം, പക്ഷെ അവ നമ്മളെ കൊണ്ടുപോകുന്നത് 2 വ്യത്യസ്ത വഴികളിലൂടെയാണ്. അത് നമ്മളെ ഈ ഒരു ചോദ്യത്തിൽ കൊണ്ടെത്തിക്കുന്നു: ദൈവികമായ ഒരു അവതാരം എല്ലാ ഊഹാപോഹങ്ങളെയും ഇല്ലാതാക്കുമെങ്കിൽ സത്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ ഇന്നത്തെ അന്വേഷണങ്ങളെക്കുറിച്ച് അത് എന്താണ് നമ്മളോട് പറയുന്നത്? ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിവച്ച് അടുത്ത തവണ കാണുന്നതുവരെ നമസ്കാരം.